ഗുജറാത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പൊതുസമൂഹത്തിൽ അത്രയൊന്നും അറിയപ്പെടാത്ത 10 രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞ 5 വർഷത്തിനിടെ 4300 കോടി രൂപയുടെ സംഭാവന ലഭിച്ചെന്ന മാധ്യമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗുരുതരമായ ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. ഈ ഭീമമായ തുകയുടെ ഉറവിടത്തെക്കുറിച്ചും വിനിയോഗത്തെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തുമോ എന്ന് രാഹുൽ ഗാന്ധി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ചോദിച്ചു. എന്നാൽ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു പ്രമുഖ മാധ്യമത്തിൽ വന്ന റിപ്പോർട്ട് പങ്കുവച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തന്റെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. എക്സ് പോസ്റ്റിൽ അദ്ദേഹം ചോദിച്ചത്, ഗുജറാത്തിൽ ആരും കേട്ടിട്ടില്ലാത്ത ചില അജ്ഞാത പാർട്ടികളുണ്ട്, എന്നാൽ അവർക്ക് 4300 കോടി രൂപയുടെ സംഭാവന ലഭിച്ചു. ഈ സംഭാവനകൾ ആരാണ് കൊടുത്തത്, എങ്ങനെയാണ് പണം ഉപയോഗിച്ചത് എന്നതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതുസമൂഹത്തിന് മുൻപിൽ തെളിയിക്കണമെന്നായിരുന്നു ചോദ്യം. ഈ പാർട്ടികൾ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയോ അതിനായി പണം ചെലവഴിക്കുകയോ ചെയ്യുന്നത് വളരെ വിരളമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ ആയിരക്കണക്കിന് കോടി രൂപ എവിടെ നിന്ന് വന്നു, ആരാണ് ഇവ പ്രവർത്തിപ്പിക്കുന്നത്, പണം എവിടേക്ക് പോയി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കുമോ, അതോ ഇവിടെയും ഒരു സത്യവാങ്മൂലം ആവശ്യപ്പെടുമോ, അതോ ഈ വിവരങ്ങൾ മറച്ചുവെക്കാൻ നിയമം തന്നെ മാറ്റുമോ എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം കലർന്ന ചോദ്യങ്ങൾ. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി മുൻപ് ഉന്നയിച്ച ആരോപണങ്ങളിൽ സത്യവാങ്മൂലം നൽകുകയോ അല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയുകയോ ചെയ്യണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ആവശ്യപ്പെട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ പുതിയ പരാമർശം. രാഹുൽ ഗാന്ധി ഉദ്ധരിച്ച മാധ്യമ റിപ്പോർട്ടിൽ പറയുന്ന കണക്കുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സാമ്പത്തിക ഇടപാടുകളുടെ സുതാര്യതയെക്കുറിച്ച് ഗൗരവമേറിയ ചോദ്യങ്ങൾ ഉയർത്തുന്നവയാണ്. 2019-20 മുതൽ 2023-24 വരെയുള്ള കാലയളവിൽ ഗുജറാത്തിലെ 10 രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചത് 4300 കോടി രൂപയാണ്. ഈ കാലയളവിൽ നടന്ന 3 പ്രധാന തെരഞ്ഞെടുപ്പുകളിൽ 2019-ലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ, 2022 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്നിവയിൽ ഈ പാർട്ടികൾ ആകെ മത്സരിച്ചത് 43 സ്ഥാനാർത്ഥികൾ മാത്രം. ഈ സ്ഥാനാർത്ഥികൾക്കെല്ലാം കൂടി നേടാനായത് വെറും 54,069 വോട്ടുകൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച റിപ്പോർട്ടുകൾ പ്രകാരം ഈ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ചെലവ് കേവലം 39.02 ലക്ഷം രൂപ മാത്രമാണ്. എന്നാൽ ഇതേ പാർട്ടികളുടെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് 3500 കോടി രൂപയുടെ ചെലവുകളാണ്. തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിലെ ചെലവും ഓഡിറ്റ് റിപ്പോർട്ടിലെ ചെലവും തമ്മിലുള്ള ഈ പൊരുത്തക്കേടാണ് ഏറ്റവും വലിയ സംശയങ്ങൾക്ക് ഇടയാക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനല്ലാതെ ഇത്രയും വലിയ തുക എവിടെ ചെലവഴിച്ചു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ സംഭവം കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം നിരവധി സുപ്രധാന വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. തെരഞ്ഞെടുപ്പ് സംഭാവനകളുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള മാർഗമായി ഇത്തരം പാർട്ടികളെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നതാണ്. നാമമാത്രമായി സ്ഥാനാർത്ഥികളെ നിർത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാണെന്ന് വരുത്തി തീർക്കുകയും ഭീമമായ തുകയുടെ ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്നത് ഇതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടികളുടെ സാമ്പത്തിക ഇടപാടുകൾ നിരീക്ഷിക്കുന്നതിലും സുതാര്യത ഉറപ്പുവരുത്തുന്നതിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ പങ്കുണ്ട്. ഇത്രയും വലിയ തുകയുടെ സംഭാവനകൾ ലഭിക്കുകയും അത് ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ കാണിക്കുകയും ചെയ്തിട്ടും തെരഞ്ഞെടുപ്പ് ചെലവുകൾ നാമമാത്രമായിരിക്കുമ്പോൾ കമ്മീഷൻ എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യം പ്രസക്തമാണ്. തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ പോലുള്ള സംവിധാനങ്ങൾ രാഷ്ട്രീയ ഫണ്ടിംഗ് പ്രക്രിയയുമായി സംശയവും വിമർശനവും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ ആരോപണങ്ങൾ വരുന്നത്. ആരാണ് ഈ സംഭാവനകൾ നൽകുന്നത്, എന്തിനാണ് നൽകുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരാത്തത് ജനാധിപത്യ പ്രക്രിയയ്ക്ക് തന്നെ ഭീഷണിയാണ്. ഈ ആരോപണങ്ങൾ ഗുജറാത്തിലെ രാഷ്ട്രീയത്തെയും ദേശീയ രാഷ്ട്രീയത്തെയും ഒരുപോലെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് അന്വേഷണ ഏജൻസികളുടെയും തുടർ നടപടികൾ ഈ വിഷയത്തിൽ നിർണായകമാകും. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിക്കേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സുതാര്യമായ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്.